ലാൽസലാം ദൃശ്യം 3 പ്രിവ്യൂ റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നുള്ള ചോദ്യമാണ്. ഇതുവരെ ഒരു പ്രിവ്യൂ റിപ്പോർട്ടുകളും സിനിമയുടേതായി പുറത്തു വന്നിട്ടില്ല. നാളെ രാവിലെ 8 മണിയോടെ തന്നെയാണ് എല്ലാ പ്രിവ്യൂ റിപ്പോർട്ടുകളും വരാൻ പോകുന്നത്. USA 20-ാം തീയതി 8 മണിക്ക് ഇതിൻ്റെ പ്രിവ്യൂ റിപ്പോർട്ടുകൾ വരുന്നു എന്നുള്ള വാർത്തയുണ്ട്. അത് നമ്മുടെ സമയം, അതായത് ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ നാളെ രാവിലെ 8 മണിയോടെയാണ് അവിടെയും ഷോ തുടങ്ങുന്നത്. എന്താണെങ്കിലും വമ്പൻ ഷോയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 300ഓളം സെൻറ്ററുകളിലാണ് US മാത്രം സിനിമയ്ക്ക് ഉള്ളത്. ഇനി സിനിമയുടെ ദൈർഘ്യവും കാര്യങ്ങളുമൊക്കെയാണ് നമുക്കറിയാനുള്ളതെങ്കിൽ അതിന് 2 മണിക്കൂറും 39 മിനിറ്റുമാണ്. ആദ്യ പകുതി 1 മണിക്കൂറും 9 മിനിറ്റിൽ കഴിയുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ക്രിസ്പി ആയിട്ടുള്ള ഒരു മൂവിയായിരിക്കും. സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ടുകൾ അണിയറയിൽ നിന്ന് നേരത്തെ പുറത്തു വന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ ഇതൊരു കിടുക്കൻ കിണ്ണം കാഴ്ച സിനിമ തന്നെയാണ് എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ട്വിസ്റ്റ് ഉണ്ടോ, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുമ്പോൾ ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതീക്ഷ വെക്കണ്ട എന്നുള്ളത് തന്നെയാണ് ജിത്തു ജോസഫ് പുറത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും. അത് വിശ്വസിക്കാൻ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മോഹൻലാലിൻ്റെ ഏറെക്കാലത്തിന് ശേഷമുള്ള ഗംഭീരമായിട്ടുള്ള ഒരു മികച്ച പ്രകടനം തന്നെ നമുക്കിവിടെ എടുത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത്. 1500 മുകളിലുള്ള ലൊക്കേഷൻസാണ് ഓവർസീസിൽ ഈ ഒരു സിനിമയുള്ളത്. ആദ്യ ഷോ തുടങ്ങുന്നത് കേരളത്തിൽ 8 മണിക്ക് ശേഷമാണ്. ഫസ്റ്റ് റിവ്യൂ വരുന്നത് ഏകദേശം 11 മണിയോടെയാണ്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, എന്ത് തന്നെയാണെങ്കിലും സിനിമ 150 കോടിയിൽ കുറഞ്ഞ ഒന്നും തന്നെ നേടില്ല എന്നുള്ളതാണ്. അതിന് മുകളിലേക്കാണ് ഇവിടെ നമുക്ക് ഫൈനലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകളെല്ലാം വരുമ്പോൾ അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് 47 കോടി ആണ് ആദ്യ വീക്കെൻഡിലെ സിനിമയുടെ കളക്ഷനായി ഇതുവരെ വന്നിരിക്കുന്നത്. ആദ്യ ദിനം സിനിമയ്ക്ക് 35 കോടിക്ക് മുകളിൽ എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 8 കോടിക്ക് മുകളിൽ നേടി എന്നുള്ളതും റിപ്പോർട്ടുകളിൽ വരുന്നു. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് ജിത്തു ജോസഫും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രമാണ്. തീർച്ചയായും ഇതിന് മുമ്പുണ്ടായിരുന്ന 2 ഫ്രാഞ്ചൈസി എങ്ങനെയായിരുന്നു, മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വരുമ്പോഴും അതിന് മുകളിലുള്ളതായിരിക്കും. വ്യത്യസ്തത പിടിച്ചുകൊണ്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള, ഒന്നും മോശം പറയാനില്ലാത്ത അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങളുമായി. ലാൽസലാം.